കേരളത്തിൽ തുലാവർഷം കരക്കുകയാണ്. കഴിഞ്ഞ 48 മണിക്കൂറായി പലയിടത്തും അതിശക്തമായ മഴ തുടരുകയാണ്. ഇടുക്കിയിൽ കാര്യമായ നാശനഷ്ടമുണ്ടായി എന്നാണ് ഈ മണിക്കൂറിലും വരുന്ന പുതിയ വിവരങ്ങൾ. എറണാകുളത്തും തിരുവനന്തപുരത്തും അടക്കം വെള്ളക്കെട്ട് ജനങ്ങളെ വലിയ തോതിൽ വലച്ചു. വിവിധയിടങ്ങളിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കുമളിയിൽ ഇടുക്കിയുടെ പല ഭാഗത്ത്, തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും പുഴകളിലെ ജലനിരപ്പ് ഉയർന്നു. അതേസമയം നിരത്തുകളിലും വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നു. വലിയ പ്രതിസന്ധിയാണ് നഗരപ്രദേശങ്ങളിൽ. കൊച്ചിയിലും തിരുവനന്തപുരത്തും ജോലിക്കെത്തിയ ആളുകൾ ഉൾപ്പെടെ, യാത്രക്കാർ ഉൾപ്പെടെയുള്ള വലിയ തോതിൽ പ്രതിസന്ധിയിലായി എന്നതാണ് ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ ആഴ്ച സംസ്ഥാനത്ത് കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ഈ മണിക്കൂറിൽ വരുന്ന കാലാവസ്ഥാ പ്രവചനം. ഉച്ചയ്ക്ക് ശേഷവും രാത്രിയിലുമാണ് അതിശക്തമായ മഴ തുടരുക, ശക്തിപ്പെടുക എന്നും ഈ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മലയോരത്തെ വൈകുന്നേരത്തെയും രാത്രിയിലെയും യാത്രയിൽ അതീവ ശ്രദ്ധ വേണം എന്ന മുന്നറിയിപ്പുണ്ട്. 2 മാസം ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും രൂപപ്പെടും എന്നതിനാൽ ചുഴലിക്കാറ്റിനും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ പ്രവചനത്തിൽ പറയുന്നു. മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നും ഈ മുന്നറിയിപ്പുണ്ട്. ടി എസ് ഹരികൃഷ്ണൻ. ഹരി, ഒരാഴ്ച അതിശക്തമായ മഴ എന്ന് പറയുമ്പോൾ അല്പം ഗൗരവത്തിൽ തന്നെ കാര്യങ്ങളെ കാണണം എന്നതാണ് പുതിയ കാലാവസ്ഥാ അപ്ഡേറ്റ്. അതെ, തുലാവർഷം ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. അതായത് അറബിക്കടലിൽ നിലവിലൊരു ന്യൂനമർദ്ദമുണ്ട്, അത് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. അതിൻ്റെ സ്വാധീനത്താലാണ് കൂടുതൽ മഴ സാധ്യത. ഇന്നൊക്കെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നല്ല മഴ ലഭിച്ചു. തെക്കൻ കേരളത്തിലെ മഴയ്ക്ക് കാരണം നമ്മുടെ കേരള തീരത്തിന് മുകളിൽ ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്വാധീനത്താലാണ് തെക്കൻ കേരളത്തിൽ മഴ കനത്ത് പെയ്യുന്നത്. ഇതുകൂടാതെ വരും ദിവസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ കൂടി സ്വാധീനത്താൽ മഴ കനക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പിൽ പറയുന്നത്. ഇന്ന് തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ തന്നെ പല ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഈ ഓറഞ്ച് അലർട്ട് ആണെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ളതാണ് നിർദ്ദേശം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഇടിമിന്നലാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ അല്പം മാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കാര്യമായി മഴ പെയ്യുന്നില്ല. ഒരു അത്യാവശ്യം തെളിഞ്ഞ അന്തരീക്ഷമാണ്. പക്ഷേ ഈ വടക്കോട്ടൊക്കെ വരും ദിവസങ്ങളിലും നല്ല മഴ ഉണ്ടാകാനുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. മാത്രമല്ല ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അത് അപകടകരമായ സാഹചര്യമുണ്ട്. അത് സാധാരണ നിലയിൽ മലയോര മേഖലയും തീരദേശത്തുമാണ്. ഈ ഇടിമിന്നലിൻ്റെയും ആ പശ്ചാത്തലത്തിൽ എന്തൊക്കെ ക്രമീകരണം വേണമെന്ന മുന്നറിയിപ്പും ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ നൽകുന്നുണ്ടോ? മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നതാണോ ഈ നിർദ്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ? അതെ, ഈ ന്യൂനമർദ്ദമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഇന്ന് ഉച്ചയ്ക്ക് നൽകിയിരുന്നു. ഇതുകൂടാതെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയോളമായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് എല്ലാ ദിവസവും വരുന്നുണ്ട്. അതായത് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴ, ഈ ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ജാഗ്രത വേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലും പലയിടത്തും ഈ മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രത വേണം. ഇടിമിന്നലുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മലയോര മേഖലകളിൽ തന്നെയാണ്. ശരി, ടി എസ് ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ്. ഈ ആഴ്ച സംസ്ഥാനത്ത് കനത്ത മഴ, ഇടിമിന്നൽ, ഇങ്ങനെയാണ് കാലാവസ്ഥാ പ്രവചനം. ഉച്ചയ്ക്ക് ശേഷവും രാത്രിയിലും മഴ ശക്തിപ്പെടും എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ വരുന്നത്. മലയോരത്തെയും വൈകുന്നേരത്തെ യാത്രകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. 2 മാസം ചക്രവാത ചുഴിയും ന്യൂനമർദ്ദം രൂപപ്പെടും. അതിനാൽ ചുഴലിക്കാറ്റിനുൾപ്പെടെയുള്ള സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുൾപ്പെടെയുള്ള മുന്നറിയിപ്പുകളാണ് വരുന്നത്.